ഫേസ്ബുക്കിൽ കണ്ടൊരു കുറിപ്പാണ് പങ്കുവയ്ക്കാൻ പോകുന്നത്. എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ആർച്ച് ബിഷപ്പും സീറോ മലബാർ സഭയുടെ തലവനും പിതാവുമായിരുന്ന മാർ ജോർജ് ആലഞ്ചേരി പിതാവിനെയും സഭയെയും അട്ടിമറിക്കാൻ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ സഭാവിരുദ്ധരായ വൈദികരും അൽമായരും ചേർന്ന് നടത്തിയ സമാനതകളില്ലാത്ത സഭാവിരുദ്ധതയ്ക്ക് നിയമസംരക്ഷണം ഒരുക്കുകയും അത് ഔദ്യോഗികമാക്കുകയും ചെയ്തതിൽ ഒരു അഭിഭാഷകന്റെ കുരുട്ടുബുദ്ധി കൃത്യമായി ഉണ്ടായിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. എറണാകുളം സുനകദോസ് വിരുദ്ധർ വരുത്തന്മാരെ ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞ് ബഹളം വെക്കുന്ന സമകാലിക സാഹചര്യത്തിൽ അട്ടിമറിക്ക് നേതൃത്വം നൽകാൻ നിയമ സംവിധാനങ്ങളെ ഉപയോഗിക്കുവാൻ ഇടനിലക്കാരനായി നിന്നത് തൃശൂരിൽ നിന്നും വരുത്തനായി വന്ന അഡ്വക്കേറ്റ് ലിറ്റോ പാലത്തിങ്കൽ എന്ന അഭിഭാഷകനാണ്. എറണാകുളം അങ്കമാലി അതിരൂപതയുടെ സഹായമെത്രാനായിരുന്ന മാർ സെബാസ്റ്റ്യൻ എടയന്ത്രത്ത് പിതാവിന്റെ വിശ്വസ്തനാണ് തൃശൂരിൽ നിന്ന് അഭിഭാഷക ജോലിക്കായി എറണാകുളത്തെത്തിയ എറണാകുളം സുനകദോസ് വിരുദ്ധരുടെ ഭാഷയിൽ പറഞ്ഞാൽ വരത്തനായ അദ്ദേഹം. എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നിന്നും മാസാമാസം ലക്ഷക്കണക്കിന് രൂപ ശമ്പളമായി വാങ്ങുന്ന ഒരു അഭിഭാഷകൻ കൂടിയാണ് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ സുനഹദോസ് വിരുദ്ധരുടെ ഭാഷയിൽ പറഞ്ഞാൽ എറണാകുളത്ത് അമ്മയുടെ മക്കളായ ധാരാളം അഭിഭാഷകർ ഉള്ളപ്പോൾ വരത്തനായ ഇയാളാണ് എറണാകുളം സുനഹദോസ് വിരുദ്ധരുടെ സാമ്പത്തിക സോഴ്സിന്റെ പ്രധാന ഇടമായ സെവേ ഫാമിലി പ്രൊജക്ടിന്റെ ഒരു ഡയറക്ടർ എന്നതാണ് യാഥാർത്ഥ്യം. ആ പ്രൊജക്ടിന്റെ എക്കാലത്തെയും പ്രസിഡന്റ് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ സഹായമെത്രാനായിരിക്കുകയും ഇപ്പോൾ വണ്ടിയ രൂപതയുടെ മെത്രാനായിരിക്കുകയും ചെയ്യുന്ന മാർ സെബാസ്റ്റ്യൻ എടയന്ത്രത്ത് പിതാവാണ്. എറണാകുളം അങ്കമാലി അതിരൂപതയുടെ തുണ്ടുഭൂമി വിവാദം കോടതി കയറിയ ആദ്യ നാളുകളിൽ തന്നെയാണല്ലോ ആലഞ്ചേരി പിതാവ് രാജാവാണോ എന്ന പരാമർശം ഹൈക്കോടതി ജഡ്ജിയായിരുന്ന കമാൽ പാഷ കമന്റായി പറയുകയും അത് മാധ്യമങ്ങളിലൂടെ സഭയെ ഇകഴ്ത്തി കാണിക്കുന്നതിന് സഭാവിരുദ്ധർ ഉപയോഗിക്കുകയും ചെയ്തത്. അത്തരമൊരു പരാമർശം കോടതിയിൽ ഉണ്ടാക്കിയതിന്റെ സൂത്രധാരൻ അഡ്വക്കേറ്റ് ലിറ്റോ ആയിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. എറണാകുളം അങ്കമാലി അതിരൂപതയുടെ മെത്രാപ്പോലിത്തയ്ക്കെതിരെ ചേർത്തല സ്വദേശിയായ നാളിതുവരെ സഭയുടെ ഒരു സംവിധാനത്തിലും കണ്ടിട്ടില്ലാത്ത ഒരുവനെ ഉപയോഗിച്ചാണ് ആദ്യഘട്ടത്തിൽ കേസ് കൊടുത്തത്. സഭാവിരുദ്ധതയ്ക്ക് ആദ്യഘട്ടത്തിൽ സാമ്പത്തിക ഉറവിടമായിരുന്ന ആ സമയത്ത് രൂപീകരിക്കപ്പെട്ടിരുന്ന AMT എന്ന സംഘടനയുടെ കൺവീനർമാരിൽ ഒരാളായിരുന്ന മാത്യു കരോണ്ട് കടവിലുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. അദ്ദേഹം കൊടുത്ത കേസിൽ അതിരൂപത തന്നെയായിരുന്നു ആലഞ്ചേരി പിതാവിന് വേണ്ടി കേസ് നടത്തിയത്. അതിരൂപതയുടെ വക്കീലാവട്ടെ അഡ്വക്കേറ്റ് ലിറ്റോയും നാളിതുവരെ ഒരു കേസും നേരിട്ട് ബാധിക്കാത്ത അഡ്വക്കേറ്റ് ലിറ്റോ അതിരൂപതയുടെ അഭിഭാഷകൻ എന്ന നിലയ്ക്ക് സീനിയർ വക്കീലന്മാരെ വെക്കുകയും അവരുടെ പാനലിൽ ഒരു വക്കീലായി വക്കാലത്തിടുകയുമാണ് അദ്ദേഹത്തിന്റെ രീതി. ഈ കേസിലും അങ്ങനെ തന്നെയാണ് അദ്ദേഹം ചെയ്തത്. സഭയുടെ തലവൻ എന്ന നിലയ്ക്ക് കാനൂനിക സമിതികളുമായി ആലോചിച്ചാലും ഇല്ലെങ്കിലും രൂപതയുടെ അധ്യക്ഷൻ എന്ന നിലയ്ക്കുള്ള എല്ലാ അധികാരവും ഉപയോഗിക്കുവാനുള്ള അവകാശം രൂപതയുടെ മെത്രാനുള്ളതാണ്. ഇക്കാര്യം കോടതിയിൽ ബോധിപ്പിക്കുവാൻ നടത്തിയ വാദനാടകത്തിനിടയിലാണ് ഈശോ ക്രൂശിക്കുവാൻ ന്യായാധിപ സംഘത്തിന് മുന്നിലെത്തിയപ്പോൾ നീ രാജാവാണോ എന്ന് ചോദിച്ച ആദിമ ചരിത്രം കേരള ഹൈക്കോടതിയിൽ രാജാവാണോ എന്ന ചോദ്യത്തിലൂടെ ആവർത്തിച്ചത്. രാജാവാണോ എന്ന ചോദ്യം ചോദിച്ചുകൊണ്ട് സഭാ തലവനെ അപമാനിച്ച കമാൽ പാഷയ്ക്ക് അങ്കമാലിയിൽ സ്വീകരണം ഒരുക്കിയത് വൈദിക സമിതി സെക്രട്ടറി ഫാദർ കുര്യാക്കോസ് മുണ്ടാടന്റെ നേതൃത്വത്തിലും. പുനലൂർ സ്വദേശിയാണ് റിട്ടയർഡ് ജസ്റ്റിസ് കമാൽ പാഷ. കോടതിയിൽ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കവെയാണ് അദ്ദേഹം ജില്ലാ ജഡ്ജിയായി നേരിട്ട് നിയമനം കിട്ടി ജുഡീഷ്യറിയിൽ ഉന്നത തലത്തിലേക്കുള്ള ജീവിതം തുടങ്ങുന്നത്. വിവിധ ജില്ലാ കോടതികളിൽ ജോലി ചെയ്ത അദ്ദേഹം സീനിയോറിറ്റി അനുസരിച്ചാണ് ഹൈക്കോടതിയിൽ ജഡ്ജായി എത്തുന്നത്. അല്ലാതെ എറണാകുളത്ത് ജനിച്ച ആളോ എറണാകുളം ആളുകളുടെ ക്ലാസ്മേറ്റോ ഒന്നുമല്ല അദ്ദേഹം. അദ്ദേഹം റിട്ടയർ ചെയ്തതിനു ശേഷം ആദ്യം സ്വീകരണം കൊടുത്തത് അങ്കമാലി ബസിലിക്കയിൽ വെച്ചാണ്. അന്ന് അങ്കമാലി ബസിലിക്കയുടെ വികാരി വൈദിക സമിതി സെക്രട്ടറിയായ ഫാദർ കുര്യാക്കോസ് മുണ്ടാടനായിരുന്നു. തുടരും.